ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുഹൈൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവന് വരുന്ന ഒരു വരവാണ് കേട്ടോ. അവനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഷാനും. പിന്നെ അതവൻ വന്നു കഴിഞ്ഞ വഴിക്ക് കുട്ടീനെയൊക്കെ ഒന്നെടുത്ത് നല്ല കളിപ്പിച്ച് എന്നിട്ടൊക്കെയാണ് അവന് അകത്തേക്ക് കയറുക. അപ്പോൾ അവർ വീട്ടിൽ വരുമ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. കാരണം അവർ ഒറ്റയ്ക്ക് വെച്ച് കഴിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ചെറുതായിട്ടൊരു ചുമ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചുക്കയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും ഞാൻ സുഹൈലിന് ഒരു ഗ്ലാസ് ചായ വേണം പറഞ്ഞിട്ട് അവനക്ക് ചായ വെച്ച് കൊടുക്കുകയാണ്. അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവന്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2-3 സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണയിലേക്കിട്ട സവോള നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളത് വഴറ്റിയും കൊണ്ടിരിക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വഴറ്റിയും കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവം വെച്ചാൽ അത് കരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലായിടം ഒരുപോലെ ചൂട് തട്ടി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയും കൊണ്ടിരിക്കുക. അങ്ങനെ ബ്രൗൺ കളറായി നല്ല മൊരിഞ്ഞ സവോള വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ചട്ടിയിൽ ഒരു ഉള്ളി പോലും ഇല്ലാത്ത വിധത്തിൽ നമ്മളെല്ലാ ഉള്ളിയും കോരിയെടുക്കണം കേട്ടോ. ഇതാണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ കോരിയെടുത്ത ബ്രൗൺ കളറായിട്ടുള്ള സവാള കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കാം കേട്ടോ. അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര ദാഹം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നതാണ് കേട്ടോ. അത് അടുക്കളയിൽ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടും ദാഹമൊക്കെ ആയിരിക്കും നമുക്ക് അല്ലേ. അപ്പോൾ സവാള പൊരിച്ച എണ്ണയിലേക്ക് കുറച്ച് വലിയ ജീരകം ഇടുക കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് 2-3 ഏലക്കായ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറാമ്പൂവ്, കറുവപ്പട്ട ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം കേട്ടോ. അതിലേക്ക് 2 തക്കാളി കൂടി നമ്മൾ അരിഞ്ഞ് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയുള്ള അത് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ടോ, ഇതുപോലെ മൊരിഞ്ഞ് വരണം. എന്നാലേ ആ ഒരു കുത്തുമണം ഉള്ളത് മാറി കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും സുഹൈൽ അതാ പിന്നിൽ വന്ന് നിൽക്കണ്. എന്താ അമ്മ ഉണ്ടാക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അവന്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലകളാണ് കേട്ടോ. അതിലേക്കുള്ള മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതും കൂടി നമ്മൾ ഈ വഴറ്റിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാലയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പൊരിച്ച് വെച്ച സവാള ഉണ്ടായിരുന്നില്ലേ, അതും ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മറിക്കുക കേട്ടോ. എല്ലായിടത്തും കൂടെയും നമ്മുടെ ഈ മസാലയും ഈ സവാള പൊരിച്ചതും ഒക്കെ ആകണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി ഉപ്പും മസാലകളൊക്കെ ഈ ചിക്കനിലേക്ക് ആയിന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഇത് അമ്പന്ന് അടച്ച് വെക്കുക കേട്ടോ. ചെറിയ തീയിൽ വേണം കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. കറി അടച്ച് വെച്ച് ഞാൻ ലിവിങ്ങിലേക്കൊന്ന് വന്നതാണ് കേട്ടോ.
അപ്പോൾ സുഹൈൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, എൻ്റെയും ഷാനുവിൻ്റെയും വീഡിയോ. അപ്പോൾ അത് അവനിരുന്ന് കാണുകയാണ്. പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കാണാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവനിപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അത് ഇരുന്ന് കാണുകയാണ് കേട്ടോ, ഞങ്ങളുടെ വീഡിയോ ഇരുന്ന് കാണുകയാണ്. ഇടയ്ക്ക് അവൻ എന്തൊക്കെയോ പറയണുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതിനിടയിൽ. ഞാനും അത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്, അവൻ കാണുന്നത് കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കറി അടുപ്പിൽ വെച്ചത് മറക്കാൻ പാടില്ല കേട്ടോ. ഇടയ്ക്ക് പോയി അത് നോക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ അത് ഇടയ്ക്ക് കയറി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാണ്ടോ അതിൽ തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ചെറിയ തീയിൽ വേണം ഇത് ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, അതാണ് പറയണത്. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ കുഴമ്പനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കത് അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്ക് മേശപ്പുറത്ത് ചോറും ചിക്കൻ ചുക്കിയും പിന്നെ ഞാൻ മുരിങ്ങക്കായും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാല മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞാലുള്ളൂ എനിക്ക് വീണ്ടും ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളും ചോറൊക്കെ കഴിച്ച് എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.